നിബിഡ വനത്തിൽ നായാട്ടിനിറങ്ങുന്ന സമയത്ത് ഒരു സിംഹം നമ്മുടെ സായാഹ്നത്തിലെത്തിയാൽ എങ്ങനെയിരിക്കും? അതുപോലൊരു സുരക്ഷിതത്വമാണ് മെസ്സിയുടെ സാന്നിധ്യം അർജന്റീനക്ക് പകർന്നു നൽകുന്നത്. ലയണൽ മെസ്സി എന്ന പേര് അയാൾക്ക് വെറുതെ കിട്ടിയതല്ല. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ 68-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ജോർദൻ പിക്ഫോർഡ് അത്യുജ്വലമായ ഒരു സേവ് നടത്തുന്നുണ്ട്. മെസ്സി നൽകിയ പെർഫെക്റ്റായ ക്രോസിൽ നിന്ന് നിക്കോ ഗോൺസാലസ് സൃഷ്ടിച്ചെടുത്ത ക്രോസ് റേഞ്ച് ഹെഡറിനെയാണ് പിക്ഫോർഡ് നിർവീര്യമാക്കിയത്. അതുകൊണ്ട് മുൻകാല ഇംഗ്ലീഷ് താരങ്ങളും BCC റേഡിയോയിലൂടെ ആക്രോശിച്ചു. പിക്ഫോർഡ് നടത്തിയത് മാച്ച് വിന്നിംഗ് സേവാണ്. അധികം വൈകാതെ റെഫറി ഹൈഡ്രേഷൻ ബ്രേക്ക് എടുത്തു. 1-0 എന്ന നിലയിൽ പിന്നിട്ട് നിൽക്കുകയായിരുന്ന അർജന്റീന പതുക്കെ താളം കണ്ടെത്താൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് കളിയിൽ ഇടവേള വരുന്നത് ഒട്ടും തന്നെ ഗുണകരമായിരുന്നില്ല. അർജന്റീന ആക്രമണം തുടർന്നു. പക്ഷേ അലിസ്റ്ററും ഗോൺസാലസും തൊടുത്തുവിട്ട ഹെഡറുകൾ ലക്ഷ്യം കണ്ടില്ല. അലിസ്റ്ററുടെ തലയിൽ നിന്ന് പുറപ്പെട്ട പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ പലർക്കും പൗളോ കൊയ്ലോയുടെ പ്രശസ്തമായ വാചകം ഓർമ്മ വന്നിട്ടുണ്ടാകും: ഇംഗ്ലീഷ് വിജയത്തിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുകയാണ്. അർജന്റീനക്ക് ഭാഗ്യമില്ല. ആ നിമിഷത്തിലാണ് മെസ്സി എന്ന ആർമി ചീഫ് ചാർജ് എടുക്കുന്നത്. അയാളുടെ കാലുകളിൽ നിന്ന് മിസൈലുകളും ഗ്രനേഡുകളും ജന്മം കൊള്ളാൻ തുടങ്ങി. ഭാഗ്യം പോലും അർജന്റീനയുടെ ഇംഗത്തിനൊത്ത് പ്രവർത്തിച്ചു തുടങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് എൻസോ ഫെർണാണ്ടസും മാർട്ടിനസും ഇംഗ്ലീഷ് വല കുലുക്കി. 2 ഗോളുകൾക്ക് വഴിയൊരുക്കിയതും മെസ്സി തന്നെയായിരുന്നു. 5 മിനിറ്റ് അകലെ തോൽവി കാത്തിരിക്കുമ്പോഴാണ് ഫെർണാണ്ടസ് ഗോൾ നേടിയത്. എന്നിട്ടും അയാൾ അമിതമായ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയില്ല. അതിന് ഒറ്റ അർത്ഥമേയുള്ളൂ: മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന ഉറപ്പ് ഫെർണാണ്ടസിനും അർജന്റീനക്കും ഉണ്ടായിരുന്നു. ഒരു ചാമ്പ്യൻ ടീമിന്റെ മനോഭാവമാണത്. അമരത്ത് ഒരു മെസ്സി ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ചങ്കുറപ്പാണിത്. ഗുസ്തി മത്സരത്തെ ഓർമ്മിപ്പിക്കുന്ന സെമി ഫൈനലാണ് ഇന്ന് നാം കണ്ടത്. കളിയുടെ ആദ്യ പകുതിയിൽ മാത്രം 19 ഫൗളുകളാണ് ഉണ്ടായത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ സാക്ഷാൽ ഡീഗോ മറഡോണയെ ഒതുക്കുന്നതിനു വേണ്ടി ടെറി ഹെൻവിക് എന്ന ഡിഫൻഡറെ ഇംഗ്ലീഷ് ചുമതലപ്പെടുത്തിയിരുന്നു. ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മഞ്ഞക്കാർഡുകൾ വാങ്ങിയത് ടെറി ആയിരുന്നു. ടെറർ എന്ന വിശേഷണം ടെറിക്ക് നല്ലതുപോലെ ഇണങ്ങുമായിരുന്നു. മറഡോണയുടെ ഇരട്ട ഗോളുകളുടെ മികവിൽ അർജന്റീന ആ ക്വാർട്ടർ ഫൈനൽ ജയിച്ചു. പിൽക്കാലത്ത് ടെറി പറഞ്ഞു: മറഡോണയെ ഭയപ്പെടുത്താനാണ് ഞാൻ മത്സരത്തിലുടനീളം ശ്രമിച്ചത്. എനിക്ക് അതിന് സാധിച്ചതേയില്ല. മറഡോണ ഒരു സ്ട്രീറ്റ് ഫൈറ്ററായിരുന്നു. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറഡോണ നേരിട്ട വെല്ലുവിളികൾ തന്നെയാണ് മെസ്സിയും അഭിമുഖീകരിച്ചത്. ലയണൽ മെസ്സിയെ പരമ്പരാഗത ശൈലിയിൽ മാൻമാർക്ക് ചെയ്യുമെന്ന് ഇംഗ്ലണ്ട് കോച്ച് സൂചിപ്പിച്ചിരുന്നു. പഴയ ഇംഗ്ലീഷ് വിങ്ങർ ജോക്കോൾ മെസ്സിയെ ഉറക്കിക്കെടുത്തുമെന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ലയണൽ മെസ്സി എന്ന മജീഷ്യൻ അയാളെയും ഇംഗ്ലണ്ട് ആരാധകരെയും ഉറക്കിക്കെടുത്തിയിരിക്കുന്നു. മറഡോണ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്ഫടികം എന്ന സിനിമയിലെ രാജം ബി ദേവിനെ പോലെ മറഡോണ ചോദിക്കുമായിരുന്നു: എടാ മെസ്സിയെ, എത്രയെണ്ണം കൊടുത്തടാ അവന്മാർക്ക്? ആട് തോമയുടെ ശൈലിയിൽ റേബൻ ഗ്ലാസ് ധരിച്ചുകൊണ്ട് മെസ്സി മറുപടി നൽകും: അവന്മാരുടെ അണ്ണാക്ക് ചവിട്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. ഗോളിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ അയാളെ അനുവദിക്കില്ലെന്ന് ഉഗ്ര ശപഥം ചെയ്തായിരിക്കാം ആൻഡേഴ്സണും സ്പെൻസും എന്തിനും പോന്ന ബെല്ലിംഗാമും ഇന്ന് കളത്തിലിറങ്ങിയത്. അയാൾക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് അയാളെ ശ്വാസം മുട്ടിച്ച് നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിയിട്ട് ഒരൊറ്റ ഗോളിൽ മുക്കാമെന്ന് ഹാരിയും സംഘവും സ്വപ്നം കണ്ടു കാണും. ഗാലറിയിലിരുന്ന് നിറപുഞ്ചിരി തൂകി കൈയടിച്ച സാക്ഷാൽ ബെക്കാമിൻ്റെ ഉള്ളിലെങ്കിലും ആ ആന്തൽ ഉണ്ടായിരിക്കാം. തനിക്ക് ചുറ്റും വട്ടത്തിൽ നിന്ന ഇംഗ്ലീഷുകാരെ നീളത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരൊന്നാന്തരം ഒരു പാസ്, അതിലേറെ മിന്നുന്നൊരു ക്രോസ്. അതുമാത്രം മതി അയാളുടെ മഹത്വം എന്താണെന്ന് വിളിച്ചു പറയാൻ. ഇംഗ്ലണ്ട് അർജന്റീന ദന്തയുദ്ധം എന്ന പോലെ തുടങ്ങിയ മത്സരത്തിൽ കാര്യമായ കത്തിവേഷം അണിയാൻ താല്പര്യം പ്രകടിപ്പിച്ച പിക്ഫോർഡിനെ നിലം പരിശാക്കി. അയാളുടെ ഡിവൈൻ ടച്ചുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച ഉണ്ണികൾ പോലും പന്തിനെ ഇംഗ്ലീഷ് വലക്കണ്ണികൾ തുളച്ചു പോകുന്ന വിധം അടിച്ചു കയറ്റി. ഇപ്പുറം അന്താളിച്ചു പോയ ബെല്ലിംഗാമും ഹൃദയം നിലച്ച ഹാരി കെയ്നും. മറുപുറം നിൽക്കുന്ന മനുഷ്യന്റെ റേഞ്ചളക്കാനുള്ള കോലൊന്നും ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല എന്നോർത്ത് അവർക്ക് ആശ്വസിക്കാം. ഭ്രാന്ത് പിടിച്ച് ഫിഫ എന്ന് അലറി വിളിക്കുന്നവർക്ക് മാറിലിരുന്ന് ഉച്ചത്തിൽ നിലവിളിക്കാം. പിന്നെങ്ങനെ വട്ടത്തിലും നീളത്തിലും പിറുപിറുക്കാം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കേവലം ഒരൊറ്റ ഷോട്ടിൽ തന്നെ തീർക്കാൻ ഉന്നം വെച്ചവർക്ക് മുമ്പിൽ 94 ടച്ചുകളും 2 അസിസ്റ്റുകളും 12 ഡൂവലുകളുമായി അയാൾ അവസാന നൃത്തച്ചുവടുകൾ അങ്ങനെ ആടി തീർക്കുമ്പോൾ കൂടെയങ്ങ് നിങ്ങൾ ആടിക്കോളൂ. ആനന്ദാശ്രുവിൽ നിറഞ്ഞ് അടിമുടി കോരിത്തരിക്കുക, അത്രമാത്രം. ഒരുപക്ഷെ ചരിത്രമെന്നും ഓർത്തുവെക്കാൻ പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
യൂറോപ്യൻ ഫുട്ബോളിന്റെ വരയെണ്ണ കോട്ടകളിൽ നിന്നും അകന്ന് അമേരിക്കൻ മണ്ണിൽ പന്ത് തട്ടുന്ന 39-കാരനായ ഒരു മനുഷ്യൻ തന്റെ രാജ്യത്തെ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് ചുമലിലേറ്റി നയിച്ചിരിക്കുന്നു. ലയണൽ ആന്ദ്രസ് മെസ്സി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഉള്ളിൽ ഒരു അനുഭൂതിയാണ്. മെസ്സിയുടെ യുഗം കഴിഞ്ഞുവെന്ന് വിധിയെഴുതിയവർക്ക് മുമ്പിൽ പച്ചപ്പുൽ മൈതാനത്ത് വിസ്മയങ്ങൾ തീർത്താണ് അയാൾ മറുപടി നൽകിയത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ആവേശകരമായ സെമി ഫൈനലിൽ അർജന്റീന 1-2 ഗോളുകൾക്ക് വിജയം കൈവരിച്ചപ്പോൾ അത് കേവലം ഒരു ജയം മാത്രമല്ലായിരുന്നു, ചരിത്രത്തിൽ മനോഹരമായ ഒരാവർത്തനം കൂടിയായിരുന്നു. ശരിയാണ്, ഫുട്ബോളിന് സിനിമകളെക്കാൾ മികച്ച തിരക്കഥകൾ ഒരുക്കാൻ കഴിയുമെന്ന് ഈ മത്സരം ഒരിക്കൽ കൂടി തെളിയിച്ചു. 1986 മെക്സിക്കോയിലെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ ഡീഗോ അർമാണ്ടോ മറഡോണ എന്ന ഇതിഹാസം ഇംഗ്ലണ്ടിനെ തകർത്ത് അർജന്റീനയെ വിജയപീഠത്തിലേക്ക് നയിച്ചതിന് കൃത്യം 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ലയണൽ മെസ്സി അതേ എതിരാളികൾക്കെതിരെ സമാനമായ ഒരു ഇതിഹാസ വിജയം ആവർത്തിക്കുന്നത്. അന്ന് ദൈവത്തിന്റെ കൈകൊണ്ട് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് മെസ്സിയുടെ മാന്ത്രികമായ ഇടതുകാലും മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലൗതറോ മാർട്ടിനസിന് തൊടുത്ത ഗോളും ഇംഗ്ലണ്ടിന്റെ നെഞ്ചകം പിളർന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ആന്റണി ഗോർഡന്റെ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിയെങ്കിലും ഡിഫൻസീവ് തന്ത്രങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയ അവരെ തകർക്കാൻ അർജന്റീനക്ക് അധിക സമയം വേണ്ടി വന്നില്ല. തനതായ പോരാട്ട വീരത്തോടെ തിരിച്ചടിച്ച അർജന്റീനയ്ക്ക് വേണ്ടി 5 മിനിറ്റ് ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും സമനില ഗോൾ പിറന്നു. തൊട്ടുപിന്നാലെ മെസ്സിയുടെ വലതുകാലിൽ നിന്നും മുതിർന്ന ക്രോസിൽ ലൗതറോ മാർട്ടിനസ് തലകൊണ്ട് വലയിലാക്കിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ കഥ കഴിഞ്ഞിരുന്നു. മെസ്സി എന്ന ഇതിഹാസത്തെ ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അസിസ്റ്റ് രാജാവായി ഈ മത്സരം മാറ്റിമറിച്ചു. ഹെർനൻ ക്രെസ്പോ, കാർലോസ് ടെവസ്, ഡിമരിയ, സെർജിയോ അഗ്യൂറോ, എൻസോ ഫെർണാണ്ടസ്, ലൗതറോ മാർട്ടിനസ് തുടങ്ങിയ പ്രിയപ്പെട്ട സഹതാരങ്ങൾക്ക് ലോകകപ്പ് വേദികളിൽ ഗോൾ നേടാൻ വഴി തുറന്ന മെസ്സിയുടെ അസിസ്റ്റുകളുടെ എണ്ണം ഇതോടെ 12 ഉയർന്നു. ഇതിൽ 10 നോക്കൌട്ട് റൗണ്ടുകളിലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ മികവിനെ അടിവരയിടുന്നു. ഈ 39-ാം വയസ്സിലും ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ ഏറ്റവും കൂടുതൽ ട്രിബ്ലിങ്ങുകൾ പൂർത്തിയാക്കിയതും ലയണൽ മെസ്സി തന്നെയാണ്. എതിരാളികളുടെ ബോക്സിൽ ഏറ്റവും കൂടുതൽ തവണ പന്തുമായി എത്തിയതും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതും ഇതേ മെസ്സി തന്നെയാണ്. 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായും അസിസ്റ്റുകളിൽ രണ്ടാമനായും അദ്ദേഹം മുന്നേറുകയാണ്. ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ മൈതാനത്ത് കിടന്ന് ആനന്ദ കണ്ണീരൊഴുക്കിയ മെസ്സിയുടെ മുഖം ലോകം മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് കാൽപന്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈനലിനാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിലുള്ള മഹാപോരാട്ടമാണ് ജൂലൈ 19 അരങ്ങേറാൻ പോകുന്നത്. മെസ്സിയുടെ ഇതിഹാസ തുല്യമായ കരിയറിലെ അവസാന നൃത്തം സ്പാനിഷ് ഫുട്ബോളിന്റെ പുതിയ വിസ്മയം ലാമിൻ യമാലിന്റെ അസാധാരണ കുതിപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. കൗതുകകരമായ കാര്യമെന്തെന്നാൽ മുമ്പ് ലാമിൻ യമാൽ പ്രവചിച്ചതുപോലെ സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചു. അർജന്റീന ഇംഗ്ലണ്ടിനെയും പരാജയപ്പെടുത്തി. ഇനി ഒരു പ്രവചനം മാത്രമാണ് ബാക്കിയുള്ളത്. അത് സ്പെയിൻ ലോകകപ്പ് നേടും എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവകാരുണ്യ ഫോട്ടോഷൂട്ടിനിടയിൽ മെസ്സിയുടെ കൈകളിലിരുന്ന ആ ചെറിയ കുട്ടിയിന്ന് മെസ്സിക്കെതിരെ ലോകകപ്പ് ഫൈനലിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്ന അപൂർവവും മനോഹരവുമായ ഒരു ചരിത്രം ഇതിന് പിന്നിലുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയുടെ 7ാമത്തെ ഫൈനലാണിത്. 1978, 86, 2022 എന്നീ വർഷങ്ങളിൽ കിരീടം ചൂടിയ അർജന്റീന 1930, 90, 2014 വർഷങ്ങളിൽ റണ്ണറപ്പുകളായി. ഇപ്പോൾ ഇതാ തുടർച്ചയായ 2ാം ലോകകപ്പ് കിരീടമെന്ന സ്വപ്നത്തിലേക്ക് അവർ ഒരു പിടി കൂടി അടുത്തിരിക്കുന്നു. മെസ്സി എന്ന ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളർ തന്നെയാണ് ഈ കായിക വിനോദത്തിന്റെ രാജാവെന്ന് സംശയമില്ലാതെ ലോകത്തോട് വിളിച്ചു പറയാൻ ഇനിയും മടിക്കേണ്ടതില്ല. കരിയറിൽ നേടാനൊന്നും ബാക്കിയില്ലെങ്കിലും സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിനായി തന്റെ ജീവൻ മുഴുവൻ മൈതാനത്ത് സമർപ്പിക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് ഫുട്ബോളിന്റെ യഥാർത്ഥ നായകൻ.